കുമ്മാട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു ചെറിയ ലഘു കുറിപ്പായിട്ട് എഴുതാൻ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് ഞാനൊരു കുറിപ്പ് തയ്യാറാക്കാൻ സഹായിച്ചാലോ? സെറ്റല്ലേ? യെസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 7ാം ക്ലാസ്സിലെ ചാനലിലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിലെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടും. പിന്നെ കമൻറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലേ? കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയണ്ട, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ എനിക്ക് ലൈക്ക് തരാനും നിങ്ങൾക്ക് മടി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു സന്തോഷ വാർത്തയും കൂടി ഞാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ചും അതുപോലെ സൈലത്തിൻ്റെ ഒരു ബാഗും കിട്ടുന്ന ഒരു വമ്പൻ അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു 5 ലക്കി വിന്നേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു സ്മാർട്ട് വാച്ചും ഒരു സൈലത്തിൻ്റെ ഒരു ബാഗും ഒക്കെ കൊടുക്കുന്നുണ്ട്. സൈലാണ് ഇത് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. സോ കുറിപ്പ് തയ്യാറാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തിനെ കുറിച്ചാണ്? കുമ്മാട്ടി. ആരാണ് എഴുതിയത്? CR രാജഗോപാലൻ. കുമ്മാട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു കലാരൂപമാണ് അല്ലേ? അപ്പോൾ കുമ്മാട്ടിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇതൊരു നാടൻ കലാരൂപമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുക. തയ്യാറാക്കി നോക്കിയാലോ? കുമ്മാട്ടിക്കളി കേരളത്തിലെ ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ്. കുമ്മാട്ടിക്കളി കേരളത്തിലെ ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ്. ഓണക്കാലത്തും മറ്റും ഉത്സവവേളകളിലും സംഘമായി അവതരിപ്പിക്കുന്ന ഈ കലാരൂപം കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കലാരൂപമാണ് കുമ്മാട്ടിക്കളിയുടെ പ്രധാന പ്രത്യേകത. വിവിധ രൂപങ്ങളിലുള്ള മുഖംമൂടികളും പുല്ലുകൊണ്ടുള്ള വേഷങ്ങളും ധരിച്ച് പാട്ടിൻ്റെയും താളത്തിൻ്റെയും അകമ്പടിയോടെ സംഘമായി നൃത്തം ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ? ഇനി രാമായണം, മഹാഭാരതം തുടങ്ങി പുരാണ കഥാപാത്രങ്ങളുടെയും വിവിധ ജീവികളുടെയും രൂപത്തിലുള്ള മുഖംമൂടികൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? കളിക്കാർ ശരീരം മുഴുവൻ പുല്ലുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും മുഖത്ത് വർണ്ണാഭമായ മുഖംമൂടികൾ അണിയുകയും ചെയ്യുന്നു. സംഘമായി വീടുകൾ തോറും സഞ്ചരിച്ച് നൃത്തവും പാട്ടും അവതരിപ്പിക്കുന്ന കുമ്മാട്ടിക്കളി കേരളത്തിൻ്റെ തനത് നാടൻ കലാപാരമ്പര്യത്തിൻ്റെ മനോഹര ഭാഗമാണ് അല്ലേ? പ്രത്യേകതയായിരുന്നു അവിടെ പറഞ്ഞത്. പിന്നെ ഏത് തരം കഥാപാത്രങ്ങളെയാണ് ആവുന്നത്? ജീവികളുടെ രൂപത്തിലുള്ള മുഖംമൂടി അണിയും. അതുപോലെ കഥാപാത്രങ്ങളുടെ വിവിധ പുരാണ കഥാപാത്രങ്ങളുടെ രൂപത്തിലുള്ള മുഖംമൂടികളൊക്കെ അണിയും എന്നാണ് പറയുന്നത്. അപ്പം മക്കളെ, ഇങ്ങനെ ഏതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കാൻ പറ്റില്ലേ? അതുപോലെ ഇപ്പൊ കുമ്മാട്ടിക്കളി, ഇനി വേറെ ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നതെങ്കിലോ, നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും, ഏതാണ് കുമ്മാട്ടി അല്ലാതെ നാടൻ കലാരൂപം വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇനിയിപ്പം പടയണിയെക്കുറിച്ചോ തെയ്യത്തെക്കുറിച്ചൊക്കെ ആണെങ്കിലോ, പടയണി, തെയ്യം ഒക്കെ മനസ്സിലേക്ക് ഓർമ്മ വരണം കേട്ടോ. പടയണി, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് എഴുതാൻ പറഞ്ഞാലും അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അതുപോലെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടീസ് തയ്യാറാക്കേണ്ടതും ഒക്കെ എവിടെ പറയാം? നമ്മുടെ മാരത്തോണിൽ ഞാൻ പറയുന്നതായിരിക്കും, മറന്നു പോകരുത്. 13-ാം തീയതി കൃത്യം 7:30 നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ലൈവ് വരുന്നത്, മാരത്തോൺ വരുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? ഓടി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. എല്ലാവരും ഓടി നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നാൽ നമുക്ക് പഠിക്കാം, പഠിച്ചുകൊണ്ട് നേടാം. ഫുൾ മാർക്ക് A+ A ഗ്രേഡ് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 7ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അതുപോലെ USSൻ്റെ സെലക്ഷനൊക്കെ നേടുന്ന തരത്തിലേക്ക് മാറാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബൈ. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കും. മാരത്തോണിലോ അല്ലെ മോർണിംഗ് ബൂസ്റ്ററിലോ പറയാലോ, നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളതും എന്നെ ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.